السلام عليكم ورحمة الله وبركاته. إن الحمد لله اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. ഹബീബിങ്ങളെ, സമയം നമ്മുടെ കയ്യിലുള്ള ഒരു കാര്യമല്ല. അള്ളാഹുവിൻ്റെ ഖജാനയിലെ അപാരമായ സൗഭാഗ്യവും തൗഫീക്കുമാണത്. അതുകൊണ്ടത് നേരിട്ട് കാണുമ്പോഴും വാട്സപ്പിലുമൊക്കെ ചിലരെങ്കിലും പങ്കുവച്ച അത്തരമൊരു മജ്ലിസ് ഈ സമ്മേളനത്തിൻ്റെ പരിധിക്കുള്ളിൽ സാധ്യമല്ലെന്നറിയിക്കുന്നതിൽ അറിയിച്ചു കൊള്ളുകയാണ്. 20 മിനിറ്റാണ് നമുക്ക് അനുവദിച്ച സമയം. സമ്മേളനം ഒരാത്മഘോഷമാണ്. ഇവിടെ കൂടിയവരുടേതല്ല ശരിക്ക് സമ്മേളനം. പുറത്തേക്കൊന്നിറങ്ങിയാൽ ഈ പ്രകാശധവളിമയുടെയും ഈ തിരക്കിൻ്റെയുമൊക്കെ ശൂന്യതയിൽ വിദൂരത്തെവിടെയോ ഒരു ട്രാഫിക് ജാമിൽ പൊടിയേറ്റ് തളർന്ന് അവർക്ക് ഭക്ഷണം എത്തിക്കുന്നുണ്ടെങ്കിലും എത്താൻ വൈകിപ്പോകുന്ന നിമിഷങ്ങളിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കാതെ ക്ഷമിച്ചു നിൽക്കുന്ന വികായക്കാരൻ്റെയാണ് ഈ സമ്മേളനം. പിന്നെ മാസങ്ങളായി കണ്ണുകളിൽ ഉറക്കിങ്ങനെ വന്നു തൂങ്ങുമ്പോഴും കമ്പ്യൂട്ടറിൻ്റെ അക്കങ്ങളിൽ വിരലമർത്തിയ ഇതിൻ്റെ ക്യാമ്പിൻ്റെ പിന്നണി പ്രവർത്തകരുടേതാണ് ഈ സമ്മേളനം. ഇവിടെ എവിടെയൊക്കെയോ നന്നായി കിടക്കാൻ കഴിയാതെ തുറത്തുമുണ്ടിലൊന്ന് വിരിച്ച് പിന്നെ പുലർക്കാലത്തിന് മുമ്പ് എഴുന്നേറ്റ് ഏറെ തിരക്കുള്ള പ്രാഥമിക കർത്തവ്യങ്ങൾക്ക് ക്യൂ നിൽക്കേണ്ടി വരുമ്പോഴും എല്ലാ സൗകര്യങ്ങളെയും ഉപേക്ഷിച്ച് സഹിക്കാൻ വന്ന നിങ്ങളുടേതുകൂടിയാണ് ഈ സമ്മേളനം. അങ്ങനെ ഇത് ആൾക്കൂട്ടത്തിൻ്റെ സമ്മേളനമല്ല, ഇത് ഘോഷങ്ങളുടെയും സമ്മേളനമല്ല, ഇത് ആത്മനിർഭരമായ ഒരു പ്രാർത്ഥനയുടെ സമ്മേളനമാണ്. പിന്നെ ഈ വേദിയിലേക്ക് എത്താനാവാതെ ഇന്നും ഇനി നാളെയും ഈ വേദി നിറഞ്ഞ് അങ്ങോട്ടെത്താനാവാതെ റോട്ടിലെവിടെയോ ഒന്നെത്തിയെങ്കിലെന്ന് ഹൃദയമിടിപ്പിനാവേഗം കൂട്ടി വണ്ടിയിൽ കാത്തിരിക്കുന്നവൻ്റേതുകൂടിയാണ് ഈ സമ്മേളനം. ഇങ്ങോട്ട് വരാനാവാതെ വിദേശ രാജ്യങ്ങളിൽ വന്നവരേറെയുണ്ട്. ഓൺലൈനിൽ ഇതിൻ്റെ ഓരോ നിമിഷങ്ങളും ഇങ്ങനെ കാണുമ്പോൾ പടച്ചോനെ എനിക്കങ്ങനെ എത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് UAE-യുടെ, സൗദി അറേബ്യയുടെ, ഒമാൻ്റെ, ഖത്തറിൻ്റെ, ബഹറിൻ്റെ ഏതോ മൂലയിൽ തൻ്റെ റൂമിൻ്റെ ഒരു മൂലയിൽ ബെഡിലിരുന്ന് മൊബൈലിൻ്റെ കൊച്ചു സ്ക്രീനിൽ ഈ സമ്മേളനം കണ്ട് കണ്ണ് നിറയ്ക്കുന്നവൻ്റെ കൂടിയാണ് ഈ സമ്മേളനം. അങ്ങനെ പൂതി തീരാത്ത സമ്മേളനമെന്നാണ് ഞാനിതിനെ വിളിക്കുന്നത്. ശതാബ്ദി സമ്മേളനമെന്ന് നമ്മൾ ഒരുപാട് പറഞ്ഞു. അത് മാറ്റിവെച്ച് ഇന്ന് പറയുകയാണ് പൂതി തീരാത്ത സമ്മേളനം. എത്ര കൂടിയാലും ഇനി ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ് നമ്മളുണ്ടാകില്ലല്ലോ എന്നോർക്കുമ്പോഴുള്ള സങ്കടത്തിൻ്റെ പെടച്ചിലിൽ പൂതി തീരാത്ത സമ്മേളനമാണ്. ആഗ്രഹിക്കുന്നവരുടെ, സമസ്തയെ നെഞ്ചു ചേർത്ത് പിടിച്ചവരുടെ ഹൃദയപ്പിടച്ചലാണ് പൂതി തീരാത്ത ഈ സമ്മേളനം. ഇന്നത്തെ ഈ സെഷൻ അവസാനിക്കുന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞിട്ടാണ്. സുലുസുക കാഫൂറുൻ റുബുക അംബറൂ ഖുമസുക യാഖൂതുൻ ബാഖിക ജൗഹറൂ സലാത്തും വതസ്ലീമുൻ. ഇനി 20 മിനിറ്റ് നേരം പോകാനുള്ളവർക്ക് പോകാം, നടക്കരുത്. കാം ആൻഡ് ക്വയറ്റ്, ശാന്തനിശബ്ദതയുടെ ഒരാഴങ്ങളിലേക്ക് സ്വയം അറിയാതെ നമ്മൾ ഊളിയിടാൻ പോവുകയാണ്. ഒരുപക്ഷെ ഈ സ്ക്രീനിൽ മദീന റൗള ശരീഫ് തെളിയാൻ സാധ്യതയുണ്ട്.
7200 മൈലുകൾക്കപ്പുറം ഈ രാത്രി നമ്മളിവിടെ സമസ്ത ഇടവേദിയിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഹിജാസിന്റെ തലസ്ഥാന നഗരി അൽ മദീനത്തുൽ മുനവ്വറ, ആ പച്ചമിനാരത്തിന് താഴെ ഹുജറത്തു ശരീഫയിൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സദസ്സ് കാണുന്നുണ്ടാകണം. നിങ്ങളുടെ ഹൃദയത്തിന്റെ നിമ്നോന്നതികൾ അറിയുന്നുണ്ടാകണം. ഹൃദയത്തിന്റെ പ്രണയ വ്യാപാരങ്ങൾ പുണ്യനബി കാണുന്നുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമോ? ഒന്ന് ചരിയാൻ പറ്റുമോ? കണ്ണടച്ചിരുന്നോളും. ഓൾ ക്ലോസ് യുവർ ഐസ്. ഇവിടെ സംസാരമില്ല, ഇവിടെ വേദിയില്ല, സദസ്സുമില്ല. ഒരു സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദത. നമ്മൾ മസ്ജിദുൻ നബിയുടെ മുറ്റത്ത് നിൽക്കുകയാണ്. കണ്ണു തുറക്കരുത്. നേരിയൊരു കാറ്റ് ഉഹദ് മലയിൽ നിന്ന് താണ്ടി കടന്നു വരുന്നുണ്ട്, നമ്മെ പൊതിയുന്നുണ്ട്. മുമ്പിൽ മസ്ജിദുൻ നബവി, പച്ചക്കുബ്ബ, വലതുഭാഗത്ത് ജന്നത്തുൽ ബഖീ. നല്ല തണുപ്പ് കാലിൻ്റെ അടിയിലൂടെ കയറുന്നുണ്ട്. ഈ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കിനാവിൽ കാണാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 5 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ റൗളയിലേക്ക് മനസ്സുകൊണ്ട് കയറാൻ പോവുകയാണ്. സ്തുവാനത്തു ഹന്നാന, സ്തുവാനത്തു ആയിഷ, സ്തുവാനത്തു അലി, സ്തുവാനത്തുൽ വഫൂദ്, സ്തുവാനത്തു സരീർ, സ്തുവാനത്തു തഹജ്ജുദ്, സ്തുവാനത്തു തൗബ, സ്തുവാനത്തുൽ ഹിർസ്, സ്തുവാനത്തു ജിബ്രീൽ. 9 തൂണിന്റെ അടുത്തും നമ്മളിത് ഇപ്പൊ കയറാൻ പോവാൻ. കണ്ണു തുറക്കരുത്. ഏത് നഗരിയിലാണ്? മഹാനായ ഇമാം ബുസീരി റളിയല്ലാഹു അൻഹുവിന്റെ പ്രണയ കാവ്യമേ, ബുർദാ ശരീഫിന്റെ പീയൂഷം പെയ്തിറങ്ങിയ മണ്ണിൽ അബൂബക്കറുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ വിത്തിരിയയുടെ സ്നേഹനില മഴ പെയ്തിറങ്ങിയ മണ്ണിൽ കയൽ പട്ടണത്തെ കാറ്റ് കുറുകുന്നത് പോലും പ്രണയമാണേ. ഉമറുൽ ഖാഹിരി റളിയല്ലാഹു അൻഹുവിന്റെ അല്ലഫൽ അൽഫിന്റെ മന്ദഹാസം തുയിലുണർത്തിയ മണ്ണിൽ നമ്മൾ ഒന്നിച്ച് നിൽക്കുകയാണ്. യാ അക്റമൽ ഖുറമാ, പ്രണയത്തിന്റെ നായകന്, ഹൃദയരക്തം കവ്യമാക്കി കണ്ണീര് ചാലിച്ചെഴുതിയ കാക്കത്തറവാടിന്റെ രാജകുമാരൻ ഉമർ ഖാലി റളിയല്ലാഹു അൻഹു കണ്ണീര് വീണു നനഞ്ഞ മണ്ണിൽ. പടച്ചോനെ, ശരീരം കൊണ്ട് എത്തിക്കണേ അല്ലാഹുവേ. 3 നിയ്യത്ത് വെച്ചോളൂ. 1 റസൂലുള്ളാഹിനെ കാണണം സല്ലല്ലാഹു അലൈഹി വസല്ലം, 2 മദീനത്ത് പോകണം, 3 ഒരുപാട് ദുആ വസിയത്തുകൾ അവിടെ വന്നിട്ടുണ്ട്. ദുആ ചെയ്യുന്നില്ലെങ്കിലും അത് മനസ്സിലിങ്ങനെ കരുതിക്കോളൂ. നമ്മളിപ്പോ കുണിയയിലെ ക്യാമ്പിൽ ശരീരം വെച്ച് മനസ്സിൽ ഹൃദയത്തിന്റെ ചിറക് തുന്നി പറന്ന് 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 ഇലൽ മദീന, മദീനയുടെ മുറ്റത്താണ്. ഹബീബിങ്ങളെ, ഖിയാമത്ത് നാളില് കണ്ണു തുറക്കണ്ട, പച്ചക്കുബ്ബ ഇങ്ങനെ കാണട്ടെ. ഖിയാമത്ത് നാളില് ഈ ലോകമൊക്കെ നശിച്ചു കഴിഞ്ഞ് ഒരു പ്ലാറ്റ്ഫോം പോലെ ഇങ്ങനെ കിടക്കുമല്ലോ ഭൂമി. അന്ന് ഭൂമി എന്ന് പറയാനാവുമോ എന്നത് ശങ്കയാണ്. പുനരുത്ഥാനത്തിന്റെ ദിവസം ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ് മണ്ണിൽ. അല്ലെങ്കിൽ അന്നത്തെ ആ സ്ഥലത്ത്
ജനങ്ങളെ ഖബറിൽ നിന്ന് മഹ്ശറയിലേക്ക് കൊണ്ടുപോകുന്ന മുഹൂർത്തം. ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നത് പുണ്യ ഹബീബിനെ കൊണ്ടുപോകാനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ജിബ്രീൽ അലൈഹിസ്സലാം വന്നപ്പോൾ എല്ലായിടത്തും ഒരുപോലെയാണ്. കടലില്ല, കരയില്ല, മലയില്ല, ഒന്നുമില്ല, മദീനയുമില്ല. അല്ലാഹുവേ, എവിടെയാണ് മദീന? എവിടെയാണ് മദീന? അല്ലാഹു വഹ്യ് കൊടുക്കുകയാണ്, സന്ദേശം നൽകുകയാണ് ജിബ്രീലിന്. അതാ നമ്മളിപ്പോൾ നിൽക്കുന്ന മുറ്റം, തൊട്ടു മുമ്പിൽ മസ്ജിദുൻ നബവി, വലതുഭാഗത്ത് ഖുബ്ബത്തുൽ ഹദറാ. അവിടെ ആ സ്ഥലത്ത് നിന്നൊരു പ്രകാശം മുകളിലേക്ക് ഉയരുകയാണ്. ഒരൊറ്റ പ്രകാശം. ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ ഓടിയെത്തി മണ്ണിൽ പതിയെ അടിക്കും. ഖും യാ മുഹമ്മദു ബിഇദ്നില്ലാഹ്, എഴുന്നേൽക്കൂ നബിയേ സല്ലല്ലാഹു അലാ മുഹമ്മദ്. നിൽക്കുന്ന ഒരു മിനിറ്റ്, അതൊരു ഓളത്തിലുള്ള സലാത്താണ്. നമ്മൾ മദീനയുടെ മുറ്റത്തല്ലേ, കണ്ണു തുറക്കണം. ശബ്ദം കൂട്ടണം എന്നല്ല ഞാൻ പറഞ്ഞു, കൂടിയാലും കുറഞ്ഞാലും അതൊക്കെ ഓരോരുത്തരുടെ അവസ്ഥ പോയി. ചിലർ ഉറക്കക്കാരെയും ചിലർ പതുക്കക്കാരെയും. അത് റസൂലുള്ളാഹി സ്വലാത്ത് കേൾക്കുന്നുണ്ട് എന്ന് ആലോചിച്ചൊന്ന് ചൊല്ലിയൊക്കെ എങ്ങനെ ഉണ്ടാവും? റസൂലുള്ളാഹി സ്വലാത്ത് കേൾക്കുന്നുണ്ട്, നിങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. അല്ലാഹുവേ, സ്വല്ലസോക കാഫൂറുൽ റബഉക അംബറു ഖുമസുക യാഖൂത്തുൻ ബാഖിക ജൗഹറു സ്വലാത്തു വതസ്ലീമുൻ. എന്തൊരു ചന്തമാണ്, എന്തൊരു ചന്തമാണ്. എഴുന്നേൽക്കൂ നബിയേ. ഹബീബിങ്ങളെ, മണ്ണ് പിളരുകയാണ്. മനസ്സിലതൊന്ന് ഇമാജിൻ ചെയ്യണം. മണ്ണിങ്ങനെ പിളരുകയാണ്. മദീനത്തുൽ മുനവ്വറയിലെ മണ്ണ് ചിതറി മാറുകയാണ്. അതാ എഴുന്നേൽക്കുന്നു ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, യാ അല്ലാഹ്. പുണ്യനബി എഴുന്നേൽക്കുകയാണ്. അവിടത്തെ പരമപരിശുദ്ധമായ കേശങ്ങളിൽ, മുടിയിൽ മണ്ണിങ്ങനെ പറ്റിപ്പിടിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, മുത്തുനബിയുടെ താടിരോമങ്ങളിൽ മണ്ണ്. അന്ന് ഖബറടക്കം ചെയ്ത പുണ്യനബി എഴുന്നേൽക്കുകയാണ്. ഒരൊറ്റ ചോദ്യമാണ്, ഇത് ഏത് ദിവസമാണ് ജിബ്രീൽ അലൈഹിസ്സലാം? അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം പറയും, ഇത് ബഅത്തിന്റെ, ഹിസാബിന്റെ ഒക്കെ വിചാരണയുടെ ദിവസമാണ്. അടുത്ത ചോദ്യം, ഹൃദയത്തിന്റെ കണ്ണുകൊണ്ട് ആ പച്ചക്കുപ്പയൊന്ന് നോക്കും. ആ മുറ്റത്ത് തണുപ്പിൽ നിൽക്കുമ്പോ ഒറ്റ ചോദ്യം, ഐന ഐന ഉമ്മത്തി ഐന ഉമ്മത്തി സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഒരു സലാത്ത് ചൊല്ലിയാൽ 33,313 സലാത്ത്. രണ്ടെണ്ണം ചൊല്ലിയാൽ ഇരട്ടി, മൂന്നെണ്ണം ചൊല്ലിയാൽ 1,00,000-നോടടുക്കും. നമുക്കൊരു 5 ലക്ഷം സലാത്ത് ചൊല്ലിയത് അവസാനിക്കും. സല്ലല്ലാഹു അലാ മുഹമ്മദ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, നബിയേ, ഇതങ്ങേക്ക് ഹൗലുൽ കൗസർ കിട്ടുന്ന ദിവസമാണ്. നബിയെ, അങ്ങേക്കിന്ന് ഹംദെന്ന പതാക കിട്ടുന്ന ദിവസമാണ്. നബിയെ, അങ്ങേക്ക് മഖാമൻ മഹ്മൂദിന്റെ ദിവസമാണ്. നബിയെ, വസീലയും ഫളീലയുടെയും ദിവസമാണ്.
ഇങ്ങനെ പറയുമ്പോഴും എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഐന ഉമ്മത്തി, എന്റെ ഉമ്മത്തെവിടെ, അവരുടെ ഹാലെന്താ ജിബ്രീൽ? ഒരാൾക്ക് എങ്ങനെയാണ് ചോദിക്കാൻ കഴിയുക? ഏറ്റവും നിർണായകമായ ഘട്ടങ്ങളിലെല്ലാം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെയും നിങ്ങളെ ഓർക്കുന്നുണ്ട്. മിഅ്റാജിൽ അത്യുന്നതങ്ങളുടെ സോപാനത്തിലും സ്വന്തമായ ഏറ്റവും ഔന്നത്യ പദവികളിൽ അഭിരമിക്കേണ്ട മുഹൂർത്തത്തിൽ പോലും ആലംബമറ്റ ഉമ്മത്തിനെ ചേർത്ത് പിടിക്കുന്ന മുത്തുനബിയെ നമ്മൾ കാണുന്നുണ്ട്. വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. എല്ലാ പ്രവാചകന്മാർക്കും ദുആയുണ്ട്. എന്റെ ദുആയിനെ ഞാൻ പിന്തിച്ചു എന്റെ ഉമ്മത്തിനു വേണ്ടി. മുഹമ്മദ് മുസ്തഫ കുല്ലി നബിയിൻ ദഅവത്തുൻ മുസ്തജാബ. ആ സമയത്ത് റസൂലുള്ളാഹ് നമ്മെ ഓർത്ത് മാറ്റിവെച്ചു. പുണ്യനബി വേറെ ഒരിക്കൽ പറയുന്നുണ്ട്, നിങ്ങളെ കാത്ത് ഞാന് മീസാന്റെ അരികിൽ കാത്തു നിൽക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഏറ്റവും നിർണായകമായ നമ്മുടെ നന്മതിന്മകളെ തൂക്കുന്ന പ്രതിസന്ധിയിൽ ഒരു എക്സ്ക്യൂസും ഇല്ലാതെ നമ്മുടെ കുനിയയിൽ, മദീനയിൽ കുനിയയിൽ സമ്മേളനത്തിൽ വെഹിദിയിൽ കയറാനൊക്കെ ആരുടെയൊക്കെയോ സപ്പോർട്ട് നമ്മളിങ്ങനെ തേടുന്നത് കാണുന്നുണ്ട്. ഒരു എക്സ്ക്യൂസും സ്വീകരിക്കാതെ മീസാനിൽ പ്രതിസന്ധിയിലാകുമ്പോ പുണ്യനബി പറയാണ്, ഞാൻ അവിടെ നിങ്ങളെ കാത്തു നിൽക്കുമേ മുഹമ്മദ് മുസ്തഫ. സഹാബത്തിന് ആശങ്ക, അവിടങ്ങളെ കണ്ടില്ലെങ്കിലോ നബിയേ, ഞാൻ എന്റെ ഹൗദുൽ കൗസറിന്റെ അരികിൽ നിങ്ങളെ കാത്തു നിൽക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. നമ്മൾ നബിയെ സ്നേഹിച്ചിട്ടില്ല ഹബീബിങ്ങളെ. ഇങ്ങട്ട് എത്ര വലിയ സ്നേഹം. മദീനത്തെ പള്ളിയിലെ മിമ്പറില്ലേ, മബൈന ബൈതി വ മിമ്പരി റൗളത്തും മിൻ റിയാദിൽ ജന്ന വ മിമ്പരി അലാ ഹൗളി. എന്റെ ഹൗദുൽ കൗസറിന്റെ മുകളിലാണ് ആ മിമ്പർ എന്ന് പറഞ്ഞ മിമ്പറില്ലേ. 2-3 അർത്ഥതലങ്ങളുണ്ട്. ഒന്ന് മദീനയിലെ ഹിജാസിൽ തന്നെ ആ മിമ്പർ. രണ്ടാമത്തെ അഭിപ്രായം ഹൗദുൽ കൗസറിന്റെ അരികിൽ. അല്ലാഹുവേ, ആ മിമ്പർ സ്ഥാപിക്കപ്പെടും. എപ്പോഴെങ്കിലും മദീനത്ത് പോകുമ്പോ അത് ഉൾക്കടലത്തോടെ ഓർക്കണം. ആ മിമ്പറിന്റെ മുകളിൽ ഞാൻ നിങ്ങളെ കാത്തിരിക്കുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. എല്ലാ നബിമാർക്കും ഹൗലുകളുണ്ട്. ചില നബിമാരുടെ ഹൗലുങ്കൽ ഒരാള് പോലും ഉണ്ടാകില്ല. ചില നബിമാരുടെ ഹൗലിങ്കിൽ കുറച്ചാൾക്കാർ. പക്ഷെ എന്റെ കൗസറിന്റെ അരികിൽ ജനമാബാഹുല്യമാണ്. ഞാൻ മിമ്പറിൽ നിങ്ങളെ കാത്തിരിക്കുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ സഹാബത്ത് ചോദിക്കുകയാണ്, അവര് നമ്മളെ പോലെയല്ല, സ്വർഗം ഉറപ്പിച്ച് എന്ന് വിശ്വസിക്കുന്നവരാണല്ലോ നമ്മൾ. അവർ ചോദിക്കും, നബിയേ അങ്ങേ അവിടെ കണ്ടില്ലെങ്കിലോ നബിയേ? ഹബീബ് പറയാണ്, വേറെന്തൊക്കെ പണി ഉണ്ടാവുക ആ സമയത്ത്, വേറെ എന്തൊക്കെ ജോലി ഉണ്ടാവുക ആ സമയത്ത്. അപ്പോഴും ഈ നായകൻ എന്നെ നിങ്ങളെയും കാത്തു നിൽക്കുന്നല്ലേ ഈ പറയണത്. അവിടെ കണ്ടില്ലെങ്കിൽ സിറാത്ത് പാലത്തിന്റെ അരികിൽ ഞാൻ നിങ്ങളെ കാത്തു നിൽക്കുമേ മുഹമ്മദ് മുസ്തഫ. അവിടെ നിങ്ങളെ കണ്ടില്ലെങ്കിലോ നബിയേ? ഫലയർദഉൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ നബി മറുപടി പറഞ്ഞില്ല. അവിടെ കണ്ടില്ലെങ്കിൽ പരിപാടി തീർന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
1,00,000 സലാത്തായിട്ടുണ്ട്. ഹബീബിങ്ങളെ, നമ്മളിവിടെ ഇരിക്കുന്ന ഉസ്താദുമാരുടെ സയ്യിദുൽ ഉലമാ ഉസ്താദ് അവർകളുടെ നമ്മുടെ ഉസ്താദുമാരുടെ ഒക്കെ നേതൃത്വത്തിൽ മനസ്സുകൊണ്ട് റൗളയിലേക്ക് കടക്കുകയാണ്. നമ്മളൊക്കെ പിന്നിലുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യണേ റബ്ബേ. ബാബു സലാമിലൂടെ കടക്കുകയാണ്. ഒന്ന് ബിസ്മി ചൊല്ലിക്കോളൂ. അവിടെ മനസ്സുകൊണ്ടുള്ള ഒരു ചൊല്ലിയാ മതി. കണ്ടോ, ഒരു ശബ്ദം പോലും ഇല്ലല്ലോ. നേരത്തെ ഒക്കെ പലതരത്തിൽ ശബ്ദം, ഈ ഫാനിന്റെ ഒരു ശബ്ദമില്ല. ശാന്തത, ശാന്ത നിശബ്ദം. ഉള്ളിലേക്ക് കയറുമ്പോൾ 10 അടി വെച്ചാൽ മുകളിൽ എഴുതിയിട്ടിട്ടുണ്ട്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തെ പള്ളിയുടെ അതിർത്തിയിൽ ആണ് ഇപ്പോൾ. ഹബീബിങ്ങളെ, കണ്ണു തുറക്കരുത്. അതായത് ഇപ്പോഴത്തെ മസ്ജിദുൻ നബവി ഉണ്ടാകുന്നതിന് മുമ്പ് ഇന്ദയോലകളുടെ ഹരിതചാമരം വെഞ്ചാമരം വീശിയ മണ്ണ് കുഴച്ചുണ്ടാക്കിയ നമ്മുടെ എക്സ്പോയിൽ അതിന്റെ പ്രാഗരൂപത്തെ കാണിക്കുന്നുണ്ട്. ആ മസ്ജിദുൻ നബിയുടെ അതിർത്തി ഉണ്ടാവില്ല, അതവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുകളിൽ അവിടെ കാലുവെക്കുമ്പോ ഒരോളത്തിൽ ഹജ്ജിനും ഉംറയ്ക്കും പോയി കയറരുത്. അപ്പ ഞെട്ടണം. പടച്ചോനെ, 1400 കൊല്ലം മുമ്പ് ഇവിടെയല്ലേ സഹാബത്തിരുന്നുണ്ടാവുക? യാ അല്ലാഹ്, യാ അല്ലാഹ്, യാ അല്ലാഹ്, ഇവിടെയല്ലേ എന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. അവിടത്തെ നോക്കി പക്ഷി വന്നിരുന്നാൽ പോലും അറിയാത്ത രീതിയിൽ, അല്ലെങ്കിൽ പക്ഷികൾ പോലും ചലിക്കാത്ത രീതിയിൽ അനക്കമറ്റ് മുത്തുനബിയുടെ സൂര്യശോഭയുള്ള മുഖകമലങ്ങളിലേക്ക് നോക്കിയിരിക്കും. കണ്ണിറുക്കി ചുമ്മിക്കോളൂ. നമ്മൾ റൗളയിലേക്ക് കിടക്കുകയാണ്. ആ മിമ്പറിലേക്കൊന്ന് നോക്ക്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കറുത്ത മുടി, ഇടത്തു നിന്ന് വലത്തോട്ട് ചീകി വെച്ച കേശാലങ്കാരം. നീളം മുടിയല്ല, ചുരുണ്ട മുടിയുമല്ല, ഉള്ളഴകുള്ള മനോഹരമായ കേശാലങ്കാരം. ചിലപ്പോൾ ചെവിക്കുന്നി വരെ, ചിലപ്പോൾ തോളുവരെ. അല്ലാഹുവേ, ഇനാവിൽ കാണാൻ തൗഫീഖ് നൽകണേ റബ്ബേ. തിളങ്ങുന്ന വിശാലമായ നെറ്റിത്തടം. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പുണ്യ നബിയെ നിഴല് പോലെ പിന്തുടർന്ന് ഹൃദയത്തിലേക്ക് പകർത്തിവെച്ച അനസ് തങ്ങൾ പറയാണ്, നിലാവുദിച്ചതുപോലെ 14 രാവിലെ പൂർണ്ണ ചന്ദ്രേന്ദുവിന്റെ ശോഭ. നീണ്ടൽപ്പം വളഞ്ഞ പുരികം, രണ്ടും കൂട്ടിമുട്ടിയിട്ടില്ല. പക്ഷെ ഒരു റിവായത്തിൽ ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ടിൽ കൂട്ടിമുട്ടി എന്നവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഉമ്മു മഅബദ് ബിവി റളിയല്ലാഹു അൻഹ മുസ്തഫ നബിയെ കണ്ടുമുട്ടുന്നത് ഹിജറ പോകുമ്പോൾ മണെല്ലാം പുണ്യ നബിയുടെ മുഖത്ത് വന്ന വേളയിൽ അങ്ങനെ തോന്നിയതാകാം. അനസ് തങ്ങൾ നേരെ പറഞ്ഞു, കൂട്ടിമുട്ടിയിട്ടില്ല, എന്നാൽ അടുത്ത് നിൽക്കുന്നുണ്ട്. അല്ലാഹുവേ, എത്ര മൈന്യൂട്ടായ കാര്യങ്ങൾ വരെ റെക്കോർഡഡ് ആണ്. ശമായിലു തുർമുദി മാത്രമല്ല, വേറെയും ശമായിലുകളുണ്ട്, സീറകളുണ്ട്. ഇബ്നു ഹിശാം റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ വാള്യങ്ങളുള്ള ഗ്രന്ഥങ്ങൾ ഒരു മനുഷ്യന്റെ അനക്കത്തെ, അടക്കത്തെ, ചലനത്തെ, നിശ്ചലനത്തെ, വസ്ത്രത്തെ, ഭക്ഷണത്തെ, സന്തോഷത്തെ, സന്താപത്തെ, നടത്തത്തെ, ഇരുത്തത്തെ, നഖത്തെ, മുടിയുടെ നീളത്തെ, കൺപീലിയുടെ വലിപ്പത്തെ വരെ റെക്കോർഡ് ചെയ്യപ്പെട്ട ചരിത്രത്തിലേക മനുഷ്യൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ.
ഹബീബിന്റെ മൂക്കൽപ്പം നീണ്ടതാണ്, മദ്യം അല്പം ഉയർന്നതാണ്. കൗതുകം, മുത്തുനബിയുടെ മൂക്കിന്റെ തുമ്പത്ത് ഒരു വജ്രക്കല്ല് ജ്വലിക്കുന്നത് പോലെ ഒരു തിളക്കം. കാണാത്ത കിനാവേ നഷ്ടമാണത്. റസൂലുള്ളാന്റെ മുഖം ഒട്ടിയതല്ല. പറ്റുമെങ്കിൽ ഒന്ന് കരഞ്ഞോളൂ ഹബീബിങ്ങളെ, ഹൃദയമൊന്ന് കരഞ്ഞു തുടങ്ങട്ടെ. എങ്കിൽ കുനിയയുടെ സമ്മേളന നഗരിയിൽ നിങ്ങൾക്ക് സമ്മാനമായി മൻ റആനി ഫിൽ മനാം ഫഖദ് റആനി ഔ കമാ ഖാല റസൂലുള്ളാഹ്. കാണാൻ തൗഫീഖ് നൽകണേ റബ്ബേ. ഇതിലേതെങ്കിലും മഹാന്മാരുണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. അവരുടെ ഹക്ക് കൊണ്ട് ഞങ്ങൾക്ക് ഈ രാത്രി നാളെ ക്യാമ്പിൽ പുലരുന്നതിന്റെ മുമ്പ് ഇന്ന് കിനാവിലൊന്ന് കാണിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പൂതി പെരുത്താണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത്. ഇവിടെ എഴുത്ത് കിട്ടി ഒരു സങ്കടം, നമ്മുടെ തൊലബയുടെ വിദ്യാർത്ഥികളെ മറന്നുപോയതിൽ പൊരുത്തപ്പെടും. അവരോടി നടന്നിട്ടുണ്ട്. അങ്ങനെ ഇനി ഓരോരുത്തർ അല്ലാഹുവേ പൂതി പെരുത്ത് വന്നതാണ് അല്ലാഹ്. ഇവിടെ പരിമിതികൾ ഒരുപാടുണ്ടായി, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. എന്നാലും ഇത്രമേൽ മനോഹരമായ ക്രൗഡുള്ള ഒരു സമ്മേളനം കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു സംഘടനയും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിഹാസം സമസ്തയാണ്. അതുകൊണ്ടുള്ള പരിമിതികളിൽ പൂതി പെരുത്ത് കഴിഞ്ഞവരാണ്. കിനാവിലൊന്ന് കാണിച്ചു തരണേ അല്ലാ, ഒന്ന് കാണിച്ചു തരണേ അല്ലാ. ഒട്ടിയ കവിളല്ല, എന്നാൽ മാംസം തിങ്ങിയതുമല്ല, വട്ടമുഖമല്ല, എന്നാൽ നീളമുഖവുമല്ല. എന്റെ നബിയുടെ ചുണ്ടുകളോ റോസാദളം പോലെ. സാധ്യമായ വിശദീകരണമാണിത്. ചെറുഞ്ചിപ്പഴം പോലെ തുടുത്താതര പുടങ്ങൾ. അല്ലാഹുവേ, ഹബീബൊന്ന് ചിരിച്ചാലോ നക്ഷത്ര കുഞ്ഞുങ്ങൾ അരിച്ചു നടക്കുന്നത് പോലെ തിളങ്ങുന്ന ദന്തനിരകൾ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. 3 ലക്ഷം സലാത്തിനോടടുക്കാൻ പോവാൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹബീബിങ്ങളെ, റസൂലുള്ളാഹ് ചിരിക്കുമ്പോൾ അവിടുത്തെ 2 ഉളിപ്പല്ലുകൾ കാണുന്ന അത്രേ ചിരിക്കുള്ളൂ. അപൂർവമായി ഹദീസിൽ കാണാം അവിടുത്തെ അണപ്പല്ല് കാണുന്ന അത്രയും ചിരിച്ചു എന്ന് അപൂർവമായ റിപ്പോർട്ടുകളിലുണ്ട്. എന്നാൽ ഒരിക്കലും ശബ്ദമുണ്ടാക്കി മുത്തുനബി ചിരിച്ചിട്ടില്ല. ക്യാമ്പെന്ന് പിരിഞ്ഞു പോകുമ്പോ ഒരു സന്ദേശമാകണം. ഒച്ച വെച്ച് ചിരിക്കരുത്, പരിഹസിച്ച് ചിരിക്കരുത്, മൗനമായിരിക്കണം ചിരി. അത് ക്യാമ്പിന്റെ സമ്മാനമായി കൊണ്ടുപോകണം. എന്തിനാണ് ലക്ഷക്കണക്കിന് രൂപ ചെലവിട്ടത് നാട്ടിൽ? ഇവിടെ എത്ര ആളുകളുടെ മനുഷ്യ പ്രയത്നമാണ് ഇതിന്റെ പിന്നിൽ. സയ്യിദുൽ ഉലമ മുതൽ അവസാനത്തെ തൊലബ വിദ്യാർത്ഥി വരെ എത്രയെത്ര ആളുകളാണ് ഇതിന് ദിവസങ്ങൾ രാത്രിയെ പകലാക്കി മാറ്റിയത്. അതുകൊണ്ടൊരു സമ്മാനമാകണം. ചിരിക്കുമ്പോൾ മനോഹരമായ ചിരി, കൽബിൽ വെറുപ്പില്ലാത്ത ചിരി. മുത്തുനബി കൽബിൽ വെറുപ്പ് ഒരാളോടും ചിരിച്ചിട്ടില്ല. എന്റെ നബി വായ തുറന്നാൽ ചമപ്പോ റോസോ തോന്നുന്ന രീതിയിൽ മനോഹരമാണ് മുസ്തഫ നബിയുടെ വായ. ഹബീബിന്റെ മുഖമോ പാതിരാവിൽ പതിവിരിയുന്നൊരു പാരിജാതപ്പൂവിന്റെ സന്നിഗ്ധത. അല്ല അല്ല, ഹിമഗണങ്ങൾ. എങ്ങനെ പറയാം? ഹിമഗണങ്ങൾ വീണുണരുന്ന പ്രസന്ന പ്രഭാതങ്ങളിൽ ഇതൽ വിടർത്തുമൊരു റൈഹാൻ പൂ പോലെ മുഹമ്മദ് മുസ്തഫ. അവിടത്തെ മുഖം അങ്ങനെയാണ്. ഒരു കൈ കൊണ്ട് പിടിച്ചാൽ ഒതുങ്ങുന്ന താടിരോമം,
ബലിഷ്ഠമായ പെരടി തൂലുൽ മർബൂഅ, ചുമലുകൾ വിശാലം വിരിഞ്ഞ നെഞ്ച്. ഹബീബിന്റെ നെഞ്ചിൽ നിന്ന് രോമരാജി താഴോട്ടിറങ്ങിയിട്ടുണ്ട്. എന്റെ നബിയുടെ കുംഭവയറല്ല. അത് പറയുമ്പോഴാവും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. പുണ്യനബിയുടെ ഇത്യവായല്ലേ. ഹബീബിന് കുംഭവയറല്ല, എന്നാൽ ഒട്ടിയ വയറുമല്ല. അനസ്തങ്ങൾ പറയാണ്, നെഞ്ചും വയറും സമമാണേ മുഹമ്മദ് മുസ്തഫ. പിന്നെ കണ്ണു തുറക്കാതെ ഹൃദയ കണ്ണുകൊണ്ടൊന്ന് നോക്കൂ. റസൂലുള്ളാന്റെ വയറിൽ 3 ചുളിവുകളുണ്ട്. നമ്മുടെ ചെറുപ്പക്കാർ കേരളത്തിലൊക്കെ 6 പാക്കിന് വേണ്ടി ജിമ്മിൽ പോകും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയറിൽ നേർത്ത 3 ചുളിവുകൾ പുരുഷ പൗരുഷ സൗന്ദര്യത്തിന്റെ അടയാളം. അല്ലാഹുവേ, അൽ ഇൻസാനുൽ കാമിൽ ഫിൽ ആലം, the perfect man in the world, മുഹമ്മദ് മുസ്തഫ. നീണ്ട കൈകാലുകൾ. മുത്തനബിയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ ഇന്ന് രാത്രി നമ്മൾ പിടിക്കും, ഉറപ്പായിട്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. യമനി പട്ടിന്റെ മാർദ്ദവമാണ് ഹബീബിന്റെ നഖമുണ്ടല്ലോ മിനുമിനുപ്പാണ്. കണ്ണാടിയിൽ നോക്കിയതുപോലെ ഹബീബിന്റെ നഖം കിടന്ന് തിളങ്ങും. എന്റെ നബി ചമപ്പാണോ? അല്ല. എന്റെ നബി കറുപ്പാണോ? അല്ല. ചമപ്പും വെളുപ്പും കലർന്ന ഗോതമ്പിന്റെ സ്വർണ്ണ വർണ്ണമേ മുഹമ്മദ് മുസ്തഫ. എന്റെ നബി ഉറങ്ങുമ്പോ കണ്ണുറങ്ങിയാലും കൽബുറങ്ങില്ല. എന്റെ നബി മുന്നോട്ട് നോക്കുമ്പോഴുന്നതുപോലെ പിറകോട്ടും കാണും. എന്റെ നബി നടക്കുമ്പോൾ അല്പം മുന്നോട്ടായും ഒരു കുന്നിറങ്ങി വരുന്നത് പോലെ. അല്ലാഹു. എന്റെ നബി ഒരു സദസ്സിലിരുന്നാൽ ഓട്ടോമാറ്റിക്കലി അവിടത്തെ ശിരസാണ് ഉയർന്നു നിൽക്കുക. അതായത് റസൂലുള്ളാന്റെ ശിരസ് ഉയരമുള്ളത് കൊണ്ടല്ല അത്. ഏത് സദസ്സിൽ മുത്ത് നബി ഇരുന്നാലും ഹബീബിന്റെ ശിരസാണ് അവിടെ ഫോക്കസ് ചെയ്യപ്പെടുക. അത് ഹബീബിന്റെ അമാനുഷികതയാണ്. റസൂലുള്ള ഒരു വഴിയിലൂടെ നടന്നു പോയാൽ കാറ്റിന്റെ അലകളിൽ അത്തറിന്റെ പരിമള സൗഗന്ധികമാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനത്തെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ കുറച്ച് കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ട്. കണ്ണു തുറക്കരുത്, റൗളയിലാണ്. ആ കുട്ടികളുടെ കവിളിൽ റസൂലുള്ള തന്റെ തിരുകര സ്പർശ സായുജ്യമറിഞ്ഞു. ഒന്നിങ്ങനെ തടവി. ആ കുട്ടികളുടെ കവിളിൽ ദിവസങ്ങളോളം പരിമളം അത്തറിന്റെ മണം. പടച്ചോനെ, അത് സിദ്ദീഖ് റളിയല്ലാഹു പറയുന്നുണ്ട്, വമാ അത്യബക ഹയ്യ വമാ അത്യബക മൈതാ. റസൂലുള്ളാഹി വഫാത്തായി കിടക്കുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അങ്ങ് ജീവിച്ചിരിക്കുമ്പോഴും സുഗന്ധം, അങ്ങ് വഫാത്തായപ്പോഴും സുഗന്ധം. ഹബീബിങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 63 കൊല്ലമാണല്ലോ ജീവിച്ചത്. ജനിച്ചിട്ട് ഒന്ന് ഞെട്ടിയിട്ട് ഹൃദയമൊന്ന് പൊട്ടിയിട്ട് ഹൃദയത്തിന്റെ വിഷമം കണ്ണീരായി. ആരെയും ബോധിപ്പിക്കാനില്ല. സാധാരണ നമ്മൾ ലൈറ്റൊക്കെ ഓഫാക്കലുണ്ട്. പക്ഷെ അഷ്റഫ് ഉസ്താദ് പറഞ്ഞത് ഇത്രയും ലൈറ്റ് ഓഫാക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. കണ്ണിന്റെ ഭൗതികമായ ഇരുട്ടിൽ ഹൃദയത്തിന് ഇങ്ങനെ വെളിച്ചം വെച്ച് ഒരു കണ്ണീരിന്റെ തുള്ളി കുനിയയിൽ വീഴട്ടെ. നമ്മൾ മദീനയിൽ 63 കൊല്ലം ജീവിച്ചു മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ പോലും റസൂലുള്ളാഹിയുടെ ശരീരത്തിൽ ഒരു കൊതുക് വന്നിരുന്നിട്ടില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 സലാത്താണ് ഒരിക്കലുണ്ട്. അങ്ങനെ 60 ആവും, അത് 90 ആവും, അത് 1 ലക്ഷം ആവും. അപ്പൊ നമ്മൾ 4ാമത്തെ ലക്ഷത്തിലേക്ക് കിടക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം.
റസൂലുള്ളാഹിയുടെ ശരീരത്തിൽ 63 കൊല്ലക്കാലത്തിനിടക്ക് ഒരിക്കൽ പോലും ഒരു പ്രാണി വന്നിരുന്നിട്ടില്ല. ഒരീച്ച ഹബീബിന്റെ തിരുശരീരത്തിൽ വന്നിരുന്നിട്ടില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹബീബിങ്ങളെ ആമിന ബീവി പറഞ്ഞു, എന്റെ മുത്തുമോന് പ്രസവിച്ചപ്പോൾ 2 കൈയും നിലത്ത് കുത്തി. അല്ലാഹുവേ, മുഖമൽപ്പം ആകാശത്തേക്ക് ഉയർത്തി. എന്റെ മുത്തുമോന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു, കണ്ണ് രണ്ടും തുറന്നു പിടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് സയ്യിദ ആമിന റളിയല്ലാഹു അൻഹാ. കിനാവിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്കിന്ന് കാണാൻ അല്ലാഹുവേ തൗഫീഖ് നൽകണേ റബ്ബേ. നമ്മൾ ആ മിമ്പറിലേക്ക് നോക്കിയപ്പോൾ അങ്ങനെ പറഞ്ഞു പോയതാണ്. അവിടെ ഉസ്തുവാനത്തു ഹന്നാന എന്ന് പറയുന്നൊരു തൂണുണ്ട്. മിമ്പറിന്റെ 2ാമത്തെ തൂണാണ്. ശരീരം കൊണ്ടവിടെ പോയി നിസ്കരിക്കാൻ അല്ലാഹുവേ തൗഫീഖ് നൽകണേ റബ്ബേ. ആ തൂണിനൊരു ചരിത്രമുണ്ട്. മദീനത്തെ പള്ളി ശാന്ത നിശബ്ദത, പക്ഷേ ഒരു നേർത്ത വിലാപം. 5 മിനിറ്റേ ഉള്ളൂ. നേർത്ത വിലാപം, ഒരു ഒട്ടകം കരയുന്നത് പോലെ. അതൊരു ഗർഭിണിയായ ഒട്ടകം കരയുന്നത് പോലെ. സഹാബത്ത് ചുറ്റും നോക്കി. ഇത് ലൈവായി സഹീഹ് ബുഖാരിയിൽ ഇത് ഉദ്ധരിക്കുന്നുണ്ട്. 1001 രാവിലെ അറബി കഥയല്ല. പുണ്യനബി മിമ്പറിൽ നിന്നിറങ്ങി അവിടെ ചാരിവെക്കുകയോ മാറ്റിവെക്കുകയോ ചെയ്ത ഒരു ഈത്തപ്പനയുടെ മടൽ പുണ്യനബി കയ്യിലെടുത്തു. വിശ്വസിക്കാൻ ഒരുപക്ഷെ മറ്റുള്ള വിമർശകർക്ക് കഴിഞ്ഞു എന്ന് വരില്ല. ഹബീബ് അതിനെ ഇങ്ങനെ തഴുകി. അത് പറയുകയാണ്, യാ റസൂലല്ലാഹ്, എന്നെ ഒഴിവാക്കിയോ നബിയെ. പുതിയ മിമ്പറുണ്ടാക്കിയപ്പോൾ കുത്തിപ്പിടിക്കുകയോ ചാരി വെക്കുകയോ ചവിട്ടി നിൽക്കുകയോ ചെയ്ത ഒരു ഈത്തപ്പനയുടെ മടൽ മാറ്റിവെച്ചതാണ്. അത് കരയാൻ. അചേതനമായ, ജീവനില്ലാത്ത, ഉണങ്ങിയ ഒരു കമ്പ് ഹബീബിനോട് വിങ്ങിക്കരയുകയാണ്. ഹൃദയമില്ലാത്ത ഒരു അചേതന വസ്തു കരഞ്ഞു പറയാം, എന്നെ ഉപേക്ഷിച്ചോ നബിയേ. ഇത്തിരി നേരം റസൂലുള്ളാഹിനെ കാണാതിരുന്നപ്പോഴുള്ള സങ്കടം. നമുക്ക് മദീന 1400 വർഷങ്ങളുടെ ദൂരമല്ല, 7200 മൈലുകളുടെ ജിയോഗ്രഫിക്കൽ അകലവുമല്ല. നമുക്ക് സഹസ്രാബ്ദങ്ങളുടെ അകലമുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിന്റെ തിരുകര സ്പർശം. കരയണ്ട, നാളെ ജന്നത്തിൽ എന്റെ അരികിൽ ഒരു ഈന്തമരമാകാൻ ഞാൻ അല്ലാഹുവിനോട് ശുപാർശ ചെയ്യാം. അതുപോലെ കരച്ചിലടക്കി അവിടെ മറവ് ചെയ്യാൻ പറഞ്ഞു. മണല് മാറ്റി അവിടെ കുഴിച്ചിടാൻ പറഞ്ഞു. മുഹമ്മദ് മുസ്തഫ അവിടെ വെച്ച തൂണാണ് ഹന്നാന. ഹന്നാന എന്ന് പറഞ്ഞ ആവലാതി കൂടി അർത്ഥല്ലേ? പരാതി പറയുന്ന പെണ്ണുങ്ങളെ കുറിച്ച് പറയുമ്പോൾ റസൂലുള്ളാഹി ഹന്നാന മന്നാന എന്നൊക്കെ പറഞ്ഞില്ലേ? ഹന്നാന പരാതി പറഞ്ഞു. സൂറന്ന കാഹളത്തിൽ അവസാനത്തെ ഊത്തുമൂതി പുനരുത്താന്റെ നാളിനെ കാത്തിരിക്കുന്നുണ്ടാകും. ഹിജാസിൽ റൗളയിൽ, നമ്മളൊക്കെ ശരീരം കൊണ്ടുപോകുന്ന റൗളയിൽ, ആ തൂണിന്റെ അരികെ ആ മരക്കഷ്ണം. മുത്തനബി പറഞ്ഞു, ഞാനതിനെ സമാശ്വസിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ഖിയാമത്ത് നാളുവരെ മദീനയിൽ എത്തുന്നവർ, റൗളയിൽ എത്തുന്നവർ ആ വിലാപം കേൾക്കുമേ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ്. നാല് ലക്ഷം. അവിടെ ഉസ്തുവാനത്തു ആയിഷ എന്ന് പറയുന്ന തൂണുണ്ട്. അത് ആയിഷ ബീവി നിസ്കരിച്ച തൂണൊന്നുമല്ല.
ആ തൂണിനെ കുറിച്ച് ആയിഷ ബീവി ഉദ്ധരിച്ച ഹദീസ് ഉള്ളത് കൊണ്ടാണ്. ആ തൂണിന്റെ മഹത്വം ആരെങ്കിലും മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ തലകുത്തിയിട്ടെങ്കിലും അവിടെ എത്തുമായിരുന്നുവെന്ന് സയ്യിദ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. അതുകൊണ്ടാണ് ആ തൂണിന്റെ പേര്. ഒന്ന് പതുക്കെ തൊട്ടോളൂ, പറ്റുമെങ്കിൽ 2 റക്അത്ത് നിസ്കരിച്ചു. ഉസ്തുവാനത്തു അലി, അലി റളിയല്ലാഹു അൻഹു എപ്പോഴും അവിടെയാണ് ഇരിക്കാറുള്ളത്. മദീനത്തെ റൗളയിൽ കടക്കുമ്പോ കിടുങ്ങണം, ശരീരം ഇതോർത്ത് വിതുമ്പണം. ഒരോളത്തിൽ നിസ്കരിക്കരുത്. ഉസ്തുവാനത്തുൽ വുഫൂദ്, അതിഥികൾ വരുമ്പോൾ റസൂലുള്ള ആ തൂണിന്റെ അടുത്താണ് ഇരിക്കാറുള്ളത്. ഉസ്തുവാനത്തു തഹജ്ജുദ്, റസൂലുള്ള തഹജ്ജുദ് നിസ്കരിക്കാർ അവിടെയാണ്. ഉസ്തുവാനത്തു സരീർ, ചിലപ്പോൾ അസർ കഴിഞ്ഞാലൊക്കെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കട്ടിൽ, അവിടെ പനനാരു കൊണ്ടുമെടഞ്ഞു കെട്ടിയ കട്ടിൽ പുണ്യനബി ഇങ്ങനെ കിടക്കാറുണ്ട്. അതാണ് ഉസ്തുവാനത്തു സരീർ. ഇതിൽ ഹജ്ജിനും ഉംറക്കും പോയവരുണ്ടാവൂലേ, ശരീരം കൊണ്ട് അവിടെ ഇങ്ങനെ ബഹളം വെച്ച് പോകുന്നില്ലേ? മുത്തുനബി ഇവിടെയല്ലേ കട്ടിലിൽ കിടന്നത് എന്ന് ഓർത്താൽ ഉസ്തുവാനത്തു തൗബ. അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവിന്റെ ഓർമ്മയാണ്. അബൂ ലുബാബ റളിയല്ലാഹു അൻഹു തന്റെ കുടുംബക്കാരായ ഖുറൈശികൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഒരു വിസിറ്റിന് വന്നപ്പോൾ അവരോട് സംസാരിച്ചു. ഒരു നിമിഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു രഹസ്യം അവര് ചോർത്തി കൊടുത്തു ഖുറൈശികൾ. അപകടമുള്ള ഒരു കാര്യമൊന്നുമല്ല, പക്ഷെ അടുത്ത സൈനിക നീക്കത്തെ കുറിച്ചുള്ള ഒരു കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ റിപ്പോർട്ട് കൊടുത്തു. അദ്ദേഹത്തിന് അത് ചെയ്തു കഴിഞ്ഞപ്പോ ഭയങ്കര കുറ്റബോധം തോന്നി റളിയല്ലാഹു അൻഹു. എന്താ വന്ന് ചെയ്തത്? നേരെ മദീനത്തെ പള്ളിയിൽ വന്നു, ഒരു കയറെടുത്ത് തന്റെ ശരീരത്തെ അവിടെ അന്നുള്ള തൂണിൽ തന്റെ ശരീരം അങ്ങ് ബന്ധിച്ചു. ഇത് ബഷീർ വെറുതെ പറയല്ല. ആ തൂണിന്റെ മുകളിൽ ഉസ്തുവാനത്തു അബൂ ലുബാബ എന്ന് എഴുതിയിട്ടുണ്ട്. ശരീരം ബന്ധിച്ചു ദിവസങ്ങളോളം. നിസ്കാരത്തിന് സമയമായാൽ ആരെങ്കിലും ഒന്ന് കെട്ടഴിച്ചു തരാൻ പറയും. ഭക്ഷണമില്ല, വെള്ളമില്ല, നല്ല വെയില്, ഈന്തയോലകളുടെ ശുശിരങ്ങൾക്കിടയിലൂടെ തപിക്കുന്ന വെയിലിൽ മൊസൈക്കോ മാർബിളോട്ട പള്ളിയല്ല, മണലാണ്. അതിങ്ങനെ ചുട്ടുവഴുക്കും. അബൂ ലുബാബ അതിലിങ്ങനെ നിൽക്കും. പലരും പറഞ്ഞു ഒന്ന് അഴിച്ചു വെച്ച് റസൂലുള്ളാഹിയോട് പറഞ്ഞൂടെ. അബൂ ലുബാബ പറഞ്ഞു ഞാൻ പറയില്ല, തെറ്റുപറ്റിപ്പോയി. റസൂലുള്ളാഹിക്കെതിരെ ഒരു വാക്ക് പറഞ്ഞുപോയി. പലരും റസൂലുള്ളാഹിയോട് പറഞ്ഞു നബിയെ സഹിക്കാൻ പറ്റുന്നില്ല, അയാളുടെ ശബ്ദത്തിന്റെ കേൾവി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആരോഗ്യം ക്ഷയിക്കുകയാണ്, ദിവസങ്ങളോളം നിന്നു. മുസ്തഫ നബി പറഞ്ഞു അദ്ദേഹം സ്വയം കുറ്റമേറ്റെടുത്തു. എന്നോട് പറഞ്ഞിരുന്നുവെങ്കിൽ, നോട്ട് ദ പോയിന്റ്, എന്നോട് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് മാപ്പ് നൽകുകയും അള്ളാഹിനോട് പൊറുക്കലിനെ തേടുകയും ചെയ്യുമായിരുന്നു. പക്ഷെ അദ്ദേഹം സ്വയം തെറ്റേറ്റെടുത്തു. ഇനി അള്ളാഹുവിന്റെ വിധി വരട്ടെ. അപ്പൊ റസൂലുള്ളാഹി പുറത്തു വരുന്നു, മനസ്സിലായില്ലേ? അബൂ ലുബാബ കരഞ്ഞ് അള്ളാഹിനോട് പറഞ്ഞു അള്ളാഹുവേ പറ്റിപ്പോയി റബ്ബേ, മുത്തുനബിയെ കുറിച്ചൊരു രഹസ്യം ഞാൻ ചോർത്തിപ്പോയി നബിയേ. രഹസ്യം ചോർത്തുക എന്നുള്ളത് അന്നും ഇന്നും വലിയ കുറ്റമാണ്. 2 സുഹൃത്തുക്കൾക്കിടയിൽ, ഒരു സംഘടനക്കുള്ളിൽ, ഒരു ഫാമിലിക്കുള്ളിൽ ഒക്കെ രഹസ്യങ്ങളുണ്ടാവും. അത് പുറത്തുവിടുക എന്നുള്ളത് രാജ്യദ്രോഹ കുറ്റമാണ്. നമ്മുടെ രാജ്യത്ത് ഇൻഫർമേഷൻ ആക്ട് വന്നതിന് ശേഷം 15 രൂപ കൊടുത്താൽ റൈറ്റ് ഇൻഫർമേഷൻ ആക്ടിന്റെ ഫലമായി നിങ്ങൾക്ക് ഏത് രേഖയും കിട്ടും. പക്ഷേ ഇന്ത്യൻ മിലിറ്ററിയുടെ എത്ര ഹിന്ദുക്കൾ എത്ര മുസ്ലിങ്ങൾ എന്നൊരു രേഖ വേണമെന്ന് ചോദിച്ചാൽ കിട്ടില്ല. അതൊരു കോൺഫിഡൻഷ്യൽ വിവരമാണ്, റിപ്പോർട്ടാണ്, അത് കിട്ടില്ല. കാരണം അതൊരു ആഭ്യന്തര രഹസ്യം. ഒരു സംഘടനക്ക് ഒരു ആഭ്യന്തര രഹസ്യം ഉണ്ടാവും. നമ്മൾ ഈ ക്യാമ്പ് പിരിഞ്ഞു പോയി ആളുകളോട് പറയേണ്ടത് വെള്ളം കിട്ടാതിരുന്നു കുറച്ചു നേരം എന്നല്ല, എന്തൊരു രസമായിരുന്നു, അത് കളവല്ല. നമ്മൾ നെഗറ്റീവുകളെ പോസിറ്റീവാക്കി മാറ്റുന്ന അപൂർവ ചാരുതയുണ്ട്. അതായിരിക്കണം നമ്മുടെ സമ്മേളനത്തിന്റെ ഹൈലൈറ്റ് ആണ്. അള്ളാഹു അത് കാണുന്നുണ്ട്, ജനങ്ങളും കാണുന്നുണ്ട്.
അതുകൊണ്ട് ഹബീബിങ്ങളെ നമ്മൾ പാലിക്കേണ്ട ഒരു മര്യാദയാണ് രഹസ്യമെന്ന്. ഞാൻ എന്തെങ്കിലും ഉണ്ടെന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞതല്ല, പൊതുവായി പറഞ്ഞതാണ്. കുറ്റബോധം കൊണ്ട് നീറിയ രാത്രി ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വന്നു പറഞ്ഞു, നബിയേ, അദ്ദേഹത്തിന്റെ തൗബ അല്ലാഹു അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ബിലാലിനെ വിളിച്ചു റളിയല്ലാഹു അൻഹു കെട്ടഴിക്കാൻ പറഞ്ഞു. പുണ്യനബി കെട്ടഴിക്കാൻ ബിലാൽ വന്നപ്പോൾ റളിയല്ലാഹു അൻഹു അബൂ ലുബാബ പറയാണ്, ബിലാലേ, വാക്കുകളൊക്കെ കുഴഞ്ഞു പോകുന്നുണ്ട് അദ്ദേഹത്തിന്. മുത്തുനബിയോട് വന്നിട്ടൊന്ന് അഴിക്കാൻ പറയൂ. ഞാൻ കെട്ടിയത് മുത്തുനബി ഒന്ന് അഴിക്കട്ടെ. ഹബീബിനോട് പോയി പറഞ്ഞു, അള്ളാന്റെ റസൂല് വന്നു. നമ്മൾ എവിടെ നിൽക്കുന്നത്? റൗളയിൽ. ആ തൂണിന്റെ അടുത്തൊന്നും ഇതൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ടോ? അവിടെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനുള്ള തിരക്ക്, 2 റക്അത്ത് നിസ്കരിക്കാനുള്ള തിരക്ക്. ഇത്തിരി നേരം ഒന്ന് ആലോചിച്ച് നിൽക്കാൻ പറ്റുമോ? ഹബീബ് വരുന്നത് കണ്ടോ നിങ്ങൾ? ആയിഷ ബീവിയുടെ വീടിന്റെ വാതിൽ തുറന്നു. ഹബീബ് മുഹമ്മദ് മുസ്തഫ ഇതാ വരികയാണ്. കാറ്റിലുലയുന്ന ഒരു തണ്ടുപോലെ നിൽക്കുകയാണ്. ഹളറത്ത് അബൂ ലുബാബ കെട്ടഴിച്ചു മുഹമ്മദ് മുസ്തഫ. മണലിലേക്ക് കുഴഞ്ഞു വീണു അബൂ ലുബാബ. നേർത്ത ശബ്ദത്തിൽ പറയാണ്, നബിയെ, പറ്റിപ്പോയി റസൂലേ. എന്തൊക്കെ കാബഡി റസൂലുള്ളാഹിയോട് കാണിച്ചിട്ടുണ്ട്, നമ്മൾ എന്തൊക്കെ കാണിച്ചിട്ടുണ്ട് നബിയോട്. പറ്റിപ്പോയി നബിയെ. വാരി എഴുന്നേൽപ്പിച്ചു എന്റെ നബി. നൂറാനിയത്തിന്റെ തിരുനെഞ്ചിലേക്ക് ദിവസങ്ങളോളം വെള്ളവും ഭക്ഷണവും ഇല്ലാതെ വന്ന മനുഷ്യനെ ചേർത്ത് പിടിച്ചു. അബൂ ലുബാബയെ ചേർത്ത് പിടിച്ചു മുഹമ്മദ് മുസ്തഫ. നമുക്ക് ഇറങ്ങാം ഹബീബിങ്ങളെ. ഞാൻ ചിലപ്പോ സുബി വരെ പറഞ്ഞു പോകും, നിങ്ങൾ ഇരിക്കും. പക്ഷെ ഇതിന് നിബന്ധനയുണ്ട്. ഇങ്ങോട്ട് ഇറങ്ങിക്കോളി. റൗളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. സൗദി അറേബ്യയുടെ റോയൽ ആർമി അവിടെ കാവൽ നിൽക്കുന്നുണ്ട്. CCTV ക്യാമറകൾ കണ്ണു തുറന്നിരിക്കുന്നുണ്ട്. മുത്തവന്മാരുണ്ട്. നമ്മളിത് ഈ സംഘം ഒന്നിച്ച് ആ ഗ്രില്ലിന്റെ അടുത്തേക്ക് എത്താൻ. ഒന്നാമത്തെ ദ്വാരം സല്ലല്ലാഹു അലാ മുഹമ്മദ്. അത് ഈസാ റൂഹുല്ലാഹ് അലൈഹിസ്സലാമയെ മറവ് ചെയ്യാനുള്ള സ്ഥലമാണ്. അങ്ങനെ തരിച്ചു നിൽക്കണം. പടച്ചോനെ, ഈസാ നബി അവസാനം വന്ന് ഇവിടെയല്ലേ കിടക്ക്. ഒന്ന് നീങ്ങി രണ്ടാമത്തെ ഒരു ചെറുദ്വാരം അല്ല, അതാ കാണുന്നു മൂന്നാമത്തെ ഒരു വലിയ ദ്വാരം. അവിടെ എഴുതിയിട്ടുണ്ട് ഹബീബിങ്ങളെ 10 മീറ്റർ അടുത്ത് റസൂലുള്ള ഇങ്ങോട്ട് തല ഖിബിലയിലേക്ക് ചെരിഞ്ഞു കിടക്കുകയാണ്. അപ്പൊ നമ്മൾ അങ്ങോട്ട് നിൽക്കുമ്പോൾ റസൂലുള്ളാന്റെ നേരെ മുഖത്തേക്കാണ് നമ്മൾ നോക്കി നിൽക്കുന്നത്. 10 മീറ്റർ അടുത്ത്. ഈ സ്റ്റേജും ഈ ക്യാമ്പിന്റെ ആദ്യ വരിയും എത്ര അകലുണ്ട്? അത്രയടുത്ത്. അവിടെ എഴുതിയിട്ടുണ്ട് ഹുനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്. 5 ലക്ഷത്തിലേക്ക് ഇനിയും 60,000-ലേറെ വേണം. 33,000 ആകുന്നുള്ളൂ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. മക്കത്തൂദിച്ച നീലാവേ മദീനത്ത നവായ നൂറേ സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹൃദയം ഇങ്ങനെ ലയിച്ച് രമിച്ച് ഒഴുക്കിലൊരു കടലാസ് പോലെ അല്ല ഒരു തൂവല് പോലെ മദീനയുടെ കാറ്റിൽ ഇങ്ങനെ അലിഞ്ഞുലഞ്ഞു പോവുകയാണ്. അമ്പിളി തിങ്കൾ നീലാവോ അമ്പര തിന്നാകെ ഒളിവോ സല്ലല്ലാഹു. നല്ല നിയ്യത്ത് മനസ്സിൽ വെച്ചോളൂ. 3 നടക്കാത്ത കാര്യങ്ങൾ ഒരുപക്ഷെ അല്ലാഹു തൗഫീഖ് ചെയ്താൽ ഈ രാത്രി അല്ലാഹു കബൂൽ ചെയ്യും. പാരിജാതത്തിന്റെ
പൂവേ പാതിരാവിന്റെ നിലാവേ സല്ലല്ലാഹു അലാ മുഹമ്മദ്. സമീപകാലത്തൊന്നും ഇത്ര വലിയൊരു ക്രൗഡിൽ നമ്മൾ ഇങ്ങനെ സലാത്ത് ചൊല്ലിയിട്ടില്ല. സമീപകാലത്ത് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് ഈ ഇരിക്കുന്നവർ ഒരു തരത്തിലുള്ള താല്പര്യങ്ങളോടെയല്ല. ആയിരക്കണക്കിന് ആളുകൾ അങ്ങാടിയിലുമുണ്ട്. ഇതിനായിരുന്നവരാണ്, ക്യാമ്പിൽ വന്നിരുന്നവരാണ്. ഹൃദയം ആരോടും ദേഷ്യമില്ലാതെ, നനുത്ത ഒരു ചിന്തയുടെ മാറ്റം പോലുമില്ലാതെ മെല്ലിഞ്ഞലിഞ്ഞുലഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിക്കോളൂ ഒരു സലാം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇറങ്ങാൻ കേട്ടോ. തിരിച്ചിറങ്ങിയ ഉടനെ നമ്മൾ സലാത്ത് ചെല്ലും. നമ്മൾ അവസാനിപ്പിക്കും. 3 മിനിറ്റിൽ നമ്മൾ അവസാനിപ്പിക്കും. അവിടെ നിൽക്കുമ്പോ റൗള ഇങ്ങനെ കാണുമ്പോ ആലോചിക്കണം, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസ ഖബറിൽ വെച്ചു. ബുധനാഴ്ച അർദ്ധരാത്രി. ഹബീബിങ്ങളെ എല്ലാരും മുകളിലേക്ക് കയറി. ഹൃദയം ഒന്ന് പൊട്ടു. കഫംപുടയിൽ പൊതിഞ്ഞ ഹബീബിന്റെ ജനാസ മണ്ണിനോട് ഇങ്ങനെ ചേർന്നിരിക്കുന്നത്. ആരാണ് ആ കിടക്കുന്നത്? സൂര്യചന്ദ്ര നക്ഷത്ര ഗോള താരപഥങ്ങള്, മാമലകള്, സമതലങ്ങള്, ആറുകള്, പുഴകള്, ജലാശയങ്ങള്, അർശിന കുർസിന്, ലൗഹിന്, കലമിന്, ബൈത്തുൽ ഉസ്സയെ, ബൈത്തുൽ മഅ്മൂറിന്, സ്വർണവർണ്ണ ചിത്രശലഭങ്ങൾ പാറി വന്നിരിക്കുന്ന സിദ്റത്തുൽ മുന്തഹയെ പടയ്ക്കാൻ കാരണഭൂതർ. മിൻ നൂരില്ലാഹ് കുല്ലു ശൈഇൻ മിൻ നൂരി മുഹമ്മദ് മുസ്തഫ. 63 കൊല്ലക്കാലം ഈ ഉമ്മത്തിന് വേണ്ടി ത്യാഗനിർഭരമായി തായിഫിൽ കല്ലേറേറ്റ് ഓടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പലായനത്തിന്റെ വേളയിൽ ഗാർ സൗറിന്റെ ഗഹ്വരത്വത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉറച്ചു പോകുമ്പോൾ ചിരിച്ചിരുന്നു ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സുറാഖത്ത് ബിൻ മാലിക്കിന്റെ കുതിര ഒട്ടക വാളുപിടിച്ച് സുറാക്ക വരുമ്പോൾ പെട്ടഞ്ഞു പോയി സിദ്ദീഖ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി മുത്തുനബി വട്ടം പിടിച്ചപ്പോൾ ഇന്നല്ലാഹ മഅനാ എന്ന് പറയുന്ന ചരിത്രത്തിലെ അമൂർത്തമായ മുഹൂർത്തം, ബദർ ഉഹദിൽ പോരാട്ടത്തിന്റെ ധീരശോണിമ. എങ്ങനെ എന്തൊക്കെ റസൂലുള്ളാഹിയുടെ ജനാസ. ഒരാൾ പറഞ്ഞു, മുഗീറ റളിയല്ലാഹു അൻഹു, എന്റെ മോതിരം ഖബറിൽ വീണിട്ടുണ്ട്, എനിക്കൊന്ന് ഇറങ്ങിയെടുക്കണം. ഞാൻ എന്റെ മോതിരം ഊരി. ഹബീബിങ്ങളെ ശ്രദ്ധിച്ചോ നിങ്ങൾ? എന്റെ മോതിരം നിലത്ത് വീണു എന്ന് അലി റളിയല്ലാഹുവിനോട് അദ്ദേഹം പറയാ, യാ അബൽ ഹസൻ, എന്റെ മോതിരം നിലത്ത് വീണിട്ടുണ്ട്, ഖബറിൽ വീണിട്ടുണ്ട്. വീണതല്ല, എന്റെ മോതിരം ഞാൻ ഊരി എന്നാണ്. അത് കളവാണോ അല്ലേന്നൊന്നും പറയരുത്. അതൊക്കെ പ്രണയത്തിന്റെ ഒരു രസതന്ത്രമാണ്. ദാറ്റ്സ് ദി കെമിസ്ട്രി ഓഫ് ലവ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇൻസിൽ ഫഖുദ് ഖാതമക്, ഇറങ്ങിയിട്ട് മോതിരം എടുക്ക്. അവിടെ ഇറങ്ങി ഹബീബേ മുഗീറ റളിയല്ലാഹു അൻഹു ഇറങ്ങി. എല്ലാരും നോക്കി നിൽക്കുമ്പോ ഫവളഅതു യദീ അലാ കഫനി റസൂലുള്ളാഹിന്റെ കഫംപുടയിൽ ഞാൻ കൈവച്ചു. ബർക്കത്തിനെ നിഷേധിക്കുന്നവർ, മസാറിൽ ഒന്ന് തൊട്ടാൽ നമ്മളെ നരകത്തിലാക്കുന്നവർ. ഹബീബേ, ഒരു സഹാബി പറയുകയാണ്, ഫവളഅതു യദീ അലാ കഫനി റസൂലില്ലാഹ്, പുണ്യനബിയുടെ കഫംപുടയിൽ കൈവച്ചു. പിന്നെ ഞാൻ അതെന്റെ ശരീരത്തിൽ തടവി. എഴുന്നേറ്റപ്പോ അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, മോതിരെടുക്കാനല്ലേ ഇറങ്ങിയത്? കരഞ്ഞുകൊണ്ട് മുഗീറ പറയുന്നുണ്ട്, ഹബീബ് പോവല്ലേ? ഹബീബിന്റെ കഫംപുട തൊട്ട എന്റെ ശരീരത്തെ തൊടാൻ നരകത്തിന് കഴിയൂല്ല. സഹാബി സല്ലല്ലാഹു
അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുറ്റത്തേക്ക് തന്നെ വന്നോളൂ. മദീനയോട് വിട പറയുകയാണ്. മനസ്സുകൊണ്ട് വിട പറയാൻ കഴിയില്ല. എന്നാലും ഇന്നത്തെ സദസ്സിന് വേണ്ടി ഒരു സലാം ചൊല്ലിപ്പിരികയാണ്. നിലാവ് പൂക്കുന്നുണ്ട് മദീനയുടെ ആകാശത്ത്. കാറ്റിന്റെ തേരിൽ ഒരു സുഗന്ധം ഒഴുകി വരുന്നുണ്ട്. ഞാൻ സ്വാതാരങ്ങളെ മുട്ടി വിളിക്കുന്നുണ്ട്. കണ്ണു തുറക്കുമ്പോൾ പ്രകാശ പൊരുളുകൾ കണ്ണിലൂടെ ആത്മാവിലേക്ക് പ്രവഹിക്കുന്നുണ്ട്. ലൗലൽ ഹിജ്റ ലകുന്തു റജുലൻ മിനൽ അൻസാർ. അൻസാറായി ജനിക്കേണ്ടയാളാണ് ഞാൻ. ഹിജ്റയുടെ പലായനം അള്ളാഹു എന്നിൽ വെച്ചില്ലായിരുന്നുവെങ്കിൽ മദീനി ആകേണ്ടയാളാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഇനി ഓർക്ക സലാത്തിലേക്ക് കേട്ടോ. തുർബത്തുൽ മദീന ശിഫാ. മദീനയുടെ മണ്ണ് ശമനമാണെന്ന് മുഹമ്മദ് മുസ്തഫ. മദീനയിലെ ഭക്ഷണത്തെ നിങ്ങൾ കുറ്റം പറയരുത് മുഹമ്മദ് മുസ്തഫ. മദീനയിലെ കാറ്റിന് കുറ്റം പറയരുത് മുഹമ്മദ് മുസ്തഫ. നമ്മൾ ഈ അവസാനത്തിൽ ഞാൻ നേരത്തെ പതുക്കെ എല്ലാന പറഞ്ഞു, ഈ ക്യാമ്പ് തരിക്കുന്ന രീതിയിൽ ചൊല്ലിക്കൊടുക്കും. അതിന്റെ നന്മയും തിന്മയും അതിന്റെ ശരി തെറ്റുകളൊന്നും നിങ്ങൾ ഇപ്പൊ കണക്ക് കൂട്ടണ്ട. അത് കണക്ക് കൂട്ടാൻ ഒരാൾക്കും കഴിയൂല. അത് മനസ്സിന്റെ വ്യാപാരമാണ്. മദീനയിലെ കച്ചവടക്കാരനുമായി നിങ്ങൾ ബാർഗെയിൻ ചെയ്യരുത് മുഹമ്മദ് മുസ്തഫ. മദീനക്കാരന് നിങ്ങൾ ശപിക്കരുത് മുഹമ്മദ് മുസ്തഫ. മദീനയിൽ ദജ്ജാൽ പ്രവേശിക്കില്ല മുഹമ്മദ് മുസ്തഫ. മദീനയിൽ മാറാവ്യാധികൾ പ്രവേശിക്കില്ല മുഹമ്മദ് മുസ്തഫ. മദീനയിലെ വഴി ഹജ്ജിനും ഉംറക്കൊക്കെ പോകുമ്പോ ഹോട്ടലിൽ നിന്ന് മസ്ജിദുൽ നബവിയിലേക്ക് നടന്നു പോയത് ഒന്നോർത്ത് നോക്കി. അത്തറിന്റെ മണമുള്ള പർദ ഷോപ്പുകളുള്ള ഈ തപ്പഴ കച്ചവടക്കാരുള്ള തൊപ്പിയും തസ്ബീഹുമാലയും വെക്കുന്ന വഴിയോര കച്ചവടക്കാർക്കിടയിലൂടെ മസ്ജിദുൻ നബവിയിൽ നമ്മൾ ജമാഅത്തിന് പോയില്ലേ? ഇനി അത് മനസ്സിൽ കൊണ്ടുവരൂ. പോകാത്തവര് മദീനയുടെ അങ്ങാടിയെ സങ്കല്പിക്കൂ. ശിഖഖിൽ മദീന. മദീനയുടെ വഴികളിൽ മലക്കുകളുടെ പട്ടാളം കാവലുണ്ട് മുഹമ്മദ് മുസ്തഫ. അതാണ് മദീന. നമ്മളിനി കുനിയയിലേക്ക് വരാം. ക്യാമ്പിൽ വന്നിരുന്നോളൂ. കണ്ണു പതുക്കെ തുറന്നോളൂ. മുസ്തഫ ഷരീഫ് ഉസ്താദ് എന്തോ നിങ്ങളോട് പറയാനുണ്ട്. ഹൃദയത്തിന്റെ വാതിലുകൾക്ക് ഒരു ചെറുജാലകം തുറന്നു. ഇനി ദിവസങ്ങൾ പറഞ്ഞ് തുറന്നുകൊണ്ടേയിരിക്കും. അള്ളാഹുവേ, ഞങ്ങൾ ഒരുമിച്ച് കൂടി ഇത് കബൂലാക്കണേ. അള്ളാഹുവേ, ഞാൻ ദുആ ചെയ്യാൻ ഒരാളല്ല. സയ്യിദന്മാരും ആശിക്കീങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്, ആലിമീങ്ങളുണ്ട്. എന്നാൽ അവർ പറഞ്ഞത് പ്രകാരം 3 വാക്കിൽ അവസാനിപ്പിക്കുക. എത്ര ഒരു കടലാസിന്റെ പേമാരി പോലെ ഈ ക്യാമ്പിൽ വന്ന് ഉമ്മ മരിച്ചു പോയവർ, വാപ്പ മരിച്ചു ഇവിടുന്ന് പോയവരുണ്ട്. ക്യാമ്പിലേക്ക് വരാനാവാതെ വിഷമിച്ചവരുണ്ട്. ഹോസ്പിറ്റലൈസ് ചെയ്യവരുണ്ട്. ചെറിയ കുട്ടി മുതൽ കിഡ്നി രോഗികൾ, ക്യാൻസർ രോഗികൾ, പിന്നെ മരിച്ചുപോയവർക്ക് വേണ്ടി ഇതിനു വേണ്ടി പണിയെടുത്തവർ, സ്വാഗത സംഘം, ഇതിന്റെ സംഘാടക സമിതി, നാട്ടുകാർ, വിക്കായ, തൊലബാവിങ്, അങ്ങനെ ഏതെങ്കിലും വിട്ടുപോയെങ്കിൽ ഇതുപോലെ കത്ത് വരരുത്. ഇങ്ങനെ ഓടി പിന്നെ നമ്മുടെ ഈ ക്യാമ്പിൽ 2-3 വിഭാഗങ്ങളായി കോട്ടിട്ടവരും അല്ലാത്തവരുമായി മാസക്കണക്കിനായി ട്രെയിൻ ചെയ്തെടുത്ത നമ്മുടെ പ്രവർത്തകർ, പ്രത്യേകിച്ച് മുസ്തഫ അഷറഫിയുടെ ദർസ് വിദ്യാർത്ഥികൾ, SKSF-ന്റെയും SYS-ന്റെയും ജമിയത്തുൽ മുഅല്ലിമീന്റെയും SMF-ന്റെയും നമ്മുടെ എല്ലാ പോഷകടങ്ങളുടെയും കീഴടകങ്ങൾ, ഇവിടെ പ്രവർത്തിച്ച മഹല്ല് ജമാഅത്തുകൾ, അങ്ങനെ അള്ളാഹു എല്ലാവർക്കും നീ പ്രതിഫലം നൽകണമേ തമ്പുരാനും. അള്ളാഹുവെ, ഞങ്ങളുടെ മരിച്ചുപോയവർക്ക് ഇന്ന് ഇത്ര നേരം പറഞ്ഞതിൻ്റെ ഒക്കെ ഒരു പ്രതിഫലത്തിൻ്റെ മിസ്ലു സവാബ് അവരുടെ ഖബറത്തിലേക്ക് ഈ നിമിഷം എത്തിച്ചു കൊടുക്കണേ. അള്ളാഹുവെ, ആനസൽ മയ്യിത്തു ഫീ ഖബരി, മയ്യത്തിൻ്റെ ആത്മാവുകൾ ആനന്ദിക്കും. ഇപ്പൊ ഈ നിമിഷം
എൻ്റെ ഉപ്പയടക്കം മരിച്ചുപോയവരുണ്ട്. ആനന്ദിക്കണേ അല്ലാഹുവേ, ഇത് എത്തിച്ചു കൊടുക്കണേ അല്ലാഹുവേ. സമസ്തയുടെ വേദിയിൽ ഈ സമ്മാനം കണ്ടവരാഹ്ലാദിക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്ത് നൽകണേ തമ്പുരാന്. ഞങ്ങളുടെ ഗുരുവര്യന്മാർ, ഞങ്ങളുടെ ഉസ്താദുമാർ, ഞങ്ങളാക്കിയവർ, ഞങ്ങളെ സംഘടന പരിചയപ്പെടുത്തിയവർ, അങ്ങനെ കുറേ ആളുകളുണ്ട്. അല്ലാഹു അവർക്കൊക്കെ നൽകണമേ അല്ലാഹുവേ. അല്ലാഹുവേ, പലരും രോഗികളാണ്. ഒറ്റ വാക്ക് അല്ലാഹുവേ, നീ കാണുന്നുണ്ട് ഈ സദസ്, ശിഫ നൽകണമേ അല്ലാഹുവേ. നിന്റെ ദർബാറിൽ കരഞ്ഞ കണ്ണുകളോടെ, തപിക്കുന്ന ഹൃദയത്തോടെ ഹബീബിനെ ഓർത്തുപോയ നിമിഷത്തിൽ നിന്റെ ദർബാറിൽ ഇങ്ങനെ വെച്ചു തരുകയാണ് അല്ലാഹുവേ. നീ ഇടപെടണേ അല്ലാഹുവേ, ശിഫ നൽകണേ അല്ലാഹുവേ, ശിഫ നൽകണേ അല്ലാഹുവേ. എല്ലാ പ്രയാസങ്ങളും തീർത്തു തരണേ അല്ലാഹുവേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. ഇവിടെ വരാതെ റോട്ടിലൊക്കെ നിയന്ത്രിക്കുന്ന കുറേ ആളുകളുണ്ട്. അവരെയും ഈ സദസ്സിൽ പങ്കെടുത്തതുപോലെയുള്ള പ്രതിഫലം നൽകണമേ അല്ലാഹുവേ. ഞങ്ങളുടെ സമ്മേളനം ആത്മീയമായ വിജയമാക്കണമേ അല്ലാഹുവേ. എല്ലാ ബുദ്ധിമുട്ടുകളും തീർത്ത് എല്ലാ പഴുതുകളും അടച്ച് ചരിത്രം രേഖപ്പെടുത്തുന്ന ഒരു മഹാസമ്മേളനമാക്കി മാറ്റണമേ അല്ലാഹുവേ. ഇതിന്റെ മുൻകഴി വഴി നടന്നുപോയവർ, സൂര്യപ്രഭ പോലെ ശംസുലുലമ, സൂക്ഷ്മതയുടെ മഹാധ്യായം തീർത്ത കണ്ണിയത്ത് ഉസ്താദ്, കുത്തുബി ഉസ്താദ്, ബനി ഹസ്രത്ത്, വരക്കൽ മുല്ലക്കോയത്തങ്ങൾ, പാങ്ങിൽ ഉസ്താദ്, അങ്ങനെ ഒരാളുടെ പേര് വിട്ടുപോയാൽ പ്രശ്നമാണ്. സമീപ ദിവസങ്ങൾ മരിച്ചുപോയ ഉസ്താദ്, തൊട്ടിയിൽ ഉസ്താദ്, അങ്ങനെ കുറേ ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹുവേ, അവരൊക്കെ ആഹ്ലാദിക്കുന്നുണ്ടാവും ഈ അസുലഭ മുഹൂർത്തത്തെ ഓർത്ത്. അവരുടെ കൂടെ ജന്നത്തുൽ ഫിർദൗസിൽ ഞങ്ങൾക്കൊരിടം തരണേ അല്ലാഹുവേ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം ബിഹഖി നബിയിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആമീൻ യാ അർഹമർ റഹീം. 5 മിനിറ്റ് കൂടുതൽ എടുത്തിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. ചടങ്ങിന് നന്ദി ആശംസിച്ച് സുബൈർ ദാരമി പടന്ന സംസാരിക്കുന്നു. സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സംഗമം ക്യാമ്പ് ഹാളിൽ നടക്കുന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. പ്രിയമുള്ളവരെ, ഒരു മഹാഭാഗ്യവാന്മാരാണ് നമ്മളെല്ലാവരും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഐതിഹാസികമായ 100ാം വാർഷിക മഹാസമ്മേളനം, പ്രത്യേകിച്ചും റമദാനിൻ്റെ തൊട്ട് മുമ്പുള്ള സമയത്ത് നമ്മൾ ഒരുമിച്ചുകൂടി ഒരു വലിയ ആത്മീയ സംഗമത്തിൽ ഒരുമിച്ചുകൂടി, പ്രത്യേകിച്ചും ഒരുപാട് സ്വലാത്തുകൾ ചെല്ലുന്ന, ഒരുപാട് മഹാന്മാരുടെ ദുആകൾക്ക് സാന്നിധ്യമുണ്ടായ ഒരു സദസ്സിൽ നമ്മൾ ഒരുമിച്ചുകൂടി വലിയ ഭാഗ്യവന്മാരായിരിക്കുകയാണ്. അള്ളാഹു എല്ലാം കബൂൽ ചെയ്യട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100 വർഷം എന്ന് പറയുമ്പോൾ ആ 100 വർഷക്കാലത്തിൻ്റെ ഇടയിൽ സമസ്തയുടെ ഒരുപാട് സംഭാവനകളാണ് ഇന്ന് കേരളത്തിൽ തിളങ്ങി നിൽക്കുന്ന എല്ലാം എന്ന് നമുക്കറിയാം. മാത്രമല്ല, കേരളത്തിലെ എല്ലാ സംഘടനകൾക്കും, കേരളത്തിലെ മഹല്ല് സംവിധാനങ്ങൾക്കടക്കം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സംഘടനാ സംവിധാനങ്ങൾ പാഠമാണ് എന്ന് നമുക്കറിയാം. ആ ഒരു സംവിധാനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് ഒരു സംഘടിത രീതി എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ രീതികളെല്ലാം പഠിച്ചത് സമസ്തയുടെ 100 വർഷത്തെ പ്രവർത്തനങ്ങളിൽ നിന്നാണ്. സമസ്തയുടെ 100 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾക്കിടയിൽ ഉണ്ടായ ഒരുപാട് അത്ഭുതങ്ങൾ ഇന്നും നമ്മുടെ മഹല്ലുകളിൽ നിലനിൽക്കുകയാണ്. ഞാനതിലേക്ക് പോവുകയില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ മഹാസമ്മേളനത്തെ ഇത്രമാത്രം എത്തിക്കുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് ആളുകളുടെ കഷ്ടപ്പാടുകളുണ്ട്. നന്ദി അറിയിക്കുകയാണ്. അതിൻ്റെ തൊട്ടുമുമ്പ് അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ മഹത്തായ സമ്മേളനം നടക്കുന്നതിന് വേണ്ടി ഓടി നടന്നവർ 4-5 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ നാട്ടുകാർ, ഈ മഹല്ലുകാർ, തൊട്ടടുത്തുള്ള മഹല്ലുകൾ, അതോടൊപ്പമുള്ള ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ചും കാസർഗോഡ് ജില്ലയിലെ മഹല്ലുകൾ, സംഘടനാ സംവിധാനങ്ങൾ എല്ലാവരും ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് ഓടി നടക്കുന്നവരാണ്. എന്തെല്ലാം സഹായങ്ങൾ ആവശ്യമുണ്ടോ അതിനെല്ലാം ഞങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ മഹല്ല് കമ്മിറ്റികൾ, സംഘടനാ സംവിധാനങ്ങളെല്ലാം ഇതിനോട് സഹകരിച്ചിട്ടുണ്ട്. എല്ലാവരോടും ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ സംവിധാനങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്ന വിക്കായുടെ പ്രവർത്തകർ, ത്വലബയുടെ പ്രവർത്തകർ, അവരെല്ലാവരും
ഇന്ന് റെയിൽവേ സ്റ്റേഷനിലടക്കം ഇവിടെ ഈ സംഗമം നടക്കുമ്പോൾ പോലും ഇവിടെ സംഗമിക്കാൻ കഴിയാതെ ദൂരങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൻ്റെ വേണ്ടി ഓടി നടക്കുന്നവർ, നാളെയുള്ള സമ്മേളനത്തിലടക്കം ഇതുപോലെ ദൂരങ്ങളിൽ നിൽക്കേണ്ടവരുണ്ട്. എന്നാൽ അവരൊക്കെ ഇതിന് വേണ്ടി കഷ്ടപ്പെടുന്നത് ഈ സംഗമത്തിൽ അവർ കൂടുന്നില്ലെങ്കിലും ഇതുകൊണ്ട് കൂലി കിട്ടും, ഖബറിൽ അതുകൊണ്ട് വിജയിക്കാം, സന്തോഷിക്കാം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. ഈ ആഗ്രഹമാണ് നമ്മളെല്ലാം വെച്ചുകൊണ്ട് ഈ സദസ്സിലും ഒരുമിച്ച് കൂടിയത്. അള്ളാഹു എല്ലാം ഖബൂൽ ചെയ്യട്ടെ. ഈ വേദിയിൽ സംഗമിച്ച മഹാന്മാരായ ഒരുപാട് ഉസ്താദുമാർ, സയ്യിദന്മാർ എല്ലാവർക്കും ഹൃദയത്തിൽ നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് ഈ സംസാരം അവസാനിപ്പിക്കുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ദുആ വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.